ഓം സായിറാം. ആനന്ദ ആദിശങ്കര ഷിർദി സായി മന്ദിർ, കാലടി സൗത്ത് പാറപ്പുറം. ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷമാണ് ഇന്ന് നമ്മൾ ഇവിടെ പറയുന്നത്. ഇത് ആലുവയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കാലടി ബസ്സിൽ കയറി കാഞ്ഞൂര് വഴി പാറപ്പുറത്തിറങ്ങിയാൽ പാറപ്പുറം ടൗണിൽ നിന്നും 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കൃഷ്ണ ഭഗവാനുണ്ട്, ഗായത്രി ദേവിയുണ്ട്, നാഗങ്ങളുണ്ട്, ഷിർദി ബാബ ഉണ്ട്, സായിബാബ ഉണ്ട്, ബാലഗണപതി ഉണ്ട്, കാശി വിശ്വനാഥനുണ്ട്. ഒരുപാട് മൂർത്തികൾ ഇവിടെയുണ്ട്. ഏകദേശം 10 വർഷത്തിന് മേലിലായി ഇവിടെ പ്രതിഷ്ഠ നടന്നിട്ട്. ഈ കിണർ ഒരു പ്രത്യേകതയുള്ള കിണറാണ്. ഒരുപാട് അസുഖങ്ങൾക്ക് ഔഷധമായിട്ട് ഈ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ആദിശങ്കരൻ്റെ കാൽപാദം ഒരു പതിഞ്ഞ മണ്ണുകൂടിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 10 വർഷത്തിന് മേലിലായി ഈ അമ്പലത്തിൽ പ്രതിഷ്ഠ നടന്നിട്ട്. ഈ കൂവളമരത്തിൻ്റെ ഇലയാണ് നമ്മൾ പൂജയ്ക്ക് ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നത്. കൂവള അർച്ചനയുണ്ട്, പാലഭിഷേകം, ജലധാര എന്നീ പൂജകളുണ്ട്. വ്യാഴാഴ്ചയാണ് ഷിർദി ബാബാജിക്ക് ഏറ്റവും വിശേഷമായിട്ടുള്ള ദിവസം. ഷിർദിയിലെ ഭഗവാൻ ശൈവ രൂപത്തിൽ, അതായത് ശിവൻ്റെ പൂർണ്ണ രൂപത്തിൽ അവതാരം എടുത്തു വന്നതാണ് ഷിർദി ബാബ. ഭഗവാന്റെ ഈ പ്രതിഷ്ഠ ഇവിടെ വന്നത് പോലും വളരെ യാദൃശ്ചികമായിട്ടാണ്. കാരണം ഇവിടെ തറ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. പക്ഷേ അത് ഫേസ്ബുക്കിലൂടെ ഒരാൾ അവിടെ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ നിലവിൽ ക്ഷേത്രം ഇരിക്കുന്നതിൻ്റെ അടുത്തുള്ള ഒരാൾ അദ്ദേഹം അത് ഫേസ്ബുക്കിലിടുകയും ആ ഫേസ്ബുക്കിൽ ഇത് കണ്ട് ഇങ്ങനെ ക്ഷേത്രം ഇവിടെ പണിയാൻ ഷിർദി ബാബയുടെ ക്ഷേത്രം പണിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുകയും അന്ന് അദ്ദേഹത്തിൻ്റെ റൂമിൽ തന്നെ ഷിർദിയിലെ തിരുമേനി വന്നെത്തുകയും അത്രയും മാത്രമേ അദ്ദേഹത്തിന് അറിയുള്ളൂ. പക്ഷേ അദ്ദേഹമാണോ ഈ ക്ഷേത്രത്തിലേക്ക് ഭഗവാന്റെ രൂപം അയച്ചു കൊടുത്തത് എന്ന് പോലും അറിയില്ല. ഏതാണ്ട് അന്ന് ഈ ഭഗവാന്റെ മാർബിളിൻ്റെ രൂപത്തിന് ഏതാണ്ട് ഒരു 8 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പൈസയുണ്ട്. പക്ഷേ ഇത് കണ്ടെയ്നറിൽ ഇത് രാജസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വരുവാണ് ചെയ്തത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ആരും പൈസ കൊടുത്തിട്ടുമില്ല, ബുക്ക് ചെയ്തിട്ടുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഇവിടെ ഭഗവാൻ വന്നത് പോലും ഒരു മിറാക്കിളിലൂടെയാണ് ഭഗവാൻ വന്നത്. പുറത്ത് നന്ദി ഭഗവാനുണ്ട്, ക്ഷേത്രപാലകൻ. രാവിലെ പൂജകളുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് ആരതി കഴിഞ്ഞ് 12:15 ആകുമ്പോഴത്തേക്കും നട അടയ്ക്കും. വൈകിട്ട് 5 മണിക്ക് തുറക്കും. ഒരു ദിവസം 6 ആരതികൾ ആ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. വ്യാഴാഴ്ചകളിലും ഞായറാഴ്ചകളിലും ചെറിയ രീതിയിലുള്ള അന്നദാനം ഉണ്ട്. ഭഗവാന് വേണ്ടി അവിടെ തൊഴാൻ വരുന്നവർ തന്നെ പല നിവേദ്യങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ചോറായിരിക്കും, അല്ലെങ്കിൽ ചപ്പാത്തി ആയിരിക്കും ഭഗവാൻ ഇഷ്ടമുള്ള. അങ്ങനെ ഒരുപാട് പഴങ്ങൾ, അങ്ങനെ നിവേദ്യങ്ങൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്ന ഒരു മഹാക്ഷേത്രമാണ്. ഇവിടെ എത്തിപ്പെടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു സായി ഭക്തനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അഭിലാഷമായിരിക്കും. അതുകൊണ്ട് എവിടെ ദൂരെയുള്ള ആളുകളാണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വരിക, ഭഗവാനെ തൊഴുക. ഭഗവാന്റെ ആ അനുഗ്രഹം നിങ്ങൾ മേടിക്കുക. പെരുമ്പാവൂർ ടൗണിൽ നിന്നാണെങ്കിൽ ഏതാണ്ട് ഒരു 8 കിലോമീറ്റർ ഇങ്ങോട്ടുള്ളൂ. അങ്ങനെ പെരുമ്പാവൂർ MC റോഡിൽ വന്നിട്ട് വരാനാണെങ്കിൽ അങ്ങനെ വരാം. അതല്ലെങ്കിൽ ആലുവയിൽ വന്നിട്ട് ബസ്സിന് കാലടി കാഞ്ഞൂർ പാറപ്പുറം ബസ്സിന് വന്ന് അങ്ങനെ വരാം.
ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം. ഭഗവാന്റെ ഒരു എന്തെങ്കിലും വിശേഷ ദിവസം എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ്. അന്ന് വ്യാഴാഴ്ചകളിലാണ് കൂടുതൽ ഭക്തജനങ്ങൾ വരുന്നത്. അല്ലാത്ത ദിവസവും ആളുകൾ വരുന്നുണ്ട്. ആദിശങ്കരൻ്റെ കാൽപാദവും പതിഞ്ഞ സ്ഥലമാണ്. ഒരുപാട് മിറാക്കിളുകൾ ഉണ്ടായി. അടുത്തുള്ള ചുറ്റുവട്ടത്തൊക്കെ താമസിക്കുന്ന ഭക്തർ ഒരുപാട് അനുഭവങ്ങൾ പറയാറുണ്ട്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാനെ വന്ന് കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് പോവുക. ഭഗവാൻ ഇന്ന നേദ്യം എന്നില്ല. നമ്മൾ വീട്ടിൽ എന്തുണ്ടാക്കിയാലും അവല് നനച്ചതാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഭഗവാന് സമർപ്പിക്കുക. ഭഗവാനത് സന്തോഷമാണ്. ഒരുപാട് അനുഭവങ്ങൾ അവിടെ വന്ന പലർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടുക. അവിടെ ഒരു പ്രാവശ്യം നമ്മൾ ചെന്ന് നിന്ന് ഭഗവാനോട് സംസാരിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഭഗവാന്റെ രൂപത്തിലേക്ക് നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു വല്ലാത്തൊരു ശാന്തത കിട്ടും. അപ്പോൾ ദൂരെയുള്ള ആളുകളാണെങ്കിലും ഭഗവാന്റെ അടുത്ത് വരിക, ഭഗവാനെ കാണുക, ഭഗവാന്റെ അനുഗ്രഹം മേടിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സായി ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. ഓം സായിറാം.